വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സോന ഹിയർ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വ്ലോഗായിട്ട് വരികയാണ്. ഞാനിപ്പോൾ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. എനിക്ക് വീഡിയോ ഇടാൻ തുടങ്ങി ഞാൻ അടുപ്പിച്ചിടും, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഗ്യാപ്പൊക്കെ ആയിരിക്കും വീഡിയോസ് ഇടാൻ. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ പെരുന്നാളാണ്. ഇന്നലെ പെരുന്നാളായിരുന്നു. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസം ഞാൻ എറണാകുളത്തേക്ക് വന്നു, എൻ്റെ വീട്ടിലേക്ക് വന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മൈ ഹോം, എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഇപ്പോൾ സമയം ഉച്ചയൊക്കെ ആവാറായി. ഇപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒന്ന് വീഡിയോസ് എടുക്കാമെന്ന്. രാവിലെ ഞാൻ കുറച്ച് ലേറ്റൊക്കെ ആയിട്ട് എണീറ്റു, പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ ഒന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് പുറത്ത് പോകണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോസ് കാണാം. എൻ്റെ ഹസ്ബൻഡും ഉമ്മച്ചിയും കുറച്ച് പണിയിലാണ്. എന്താണെന്ന് കാണിച്ചു തരാം. കമോൺ. അപ്പോൾ ഇവിടെ നല്ല ഗംഭീര പണിയിലാണ്. ഇവിടെ ഞങ്ങളുടെ അവിടെ ഈ മുരിങ്ങാക്കോലിൻ്റെ ഇതില്ലേ വയറിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശരിയാക്കായിരുന്നു. അപ്പം എന്താ കുട്ടാ, എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, കുട്ടൻ മാങ്ങ പറിക്കാണ്. പക്ഷെ മുരിങ്ങാക്കോല് കാണിക്കേ, കാണിക്ക് ജസ്റ്റ് വീഡിയോ വേണ്ട. ഞങ്ങളുടെ മരത്തിൽ നിന്ന് വെച്ച കുറേ മുരിങ്ങാക്കോലാണ്. എൻ്റെ അടുത്ത് കൽപ്പിക്കുകയാണ് ഗൈസ്, വെട്ട് കത്തി എടുക്കാൻ. വേണ്ട, പൂക്കള് വെച്ച് ഇത് വെച്ച് എന്തുണ്ടാക്കാൻ പോണ? തോരൻ വെക്കുമ്പോ ഉമ്മച്ചിന്റെ ഇതില് കുട്ടന്റെ ഇതില് പയറുപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. കള്ളപ്പൂച്ച വന്ന് കണ്ട. നീ ഇവിടെ എന്ത് ചെയ്യണേ? നീ എന്ത് ചെയ്യാൻ പോണേ? മാറ അവിടെ നിന്ന് കട്ട് ചെയ്യാണ്ട് കള്ളപ്പൂച്ച. ഇവനാണ് ഇവിടുത്തെ വില്ലൻ. ഉമ്മച്ചിന്റെ ചെല്ലക്കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങോട്ട് വേടാ. കണ്ട, ഹലോ എന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം. നീ എന്ത് നിൽക്കണേ? എന്ത് നിൽക്കണേ? വെട്ടത്തിരുന്നേ. അടുത്തവൻ ഇവന് തിന്നാൻ എന്തോ ഉണ്ടോ നോക്കിയിട്ട് ഇതാക്കണേ. നിനക്കെന്താ ഇവിടെ പണി? ഗെറ്റ് ലോസ്റ്റ്. ഐ സേ ഗെറ്റ് ലോസ്റ്റ്. പറഞ്ഞ മനസ്സിലായില്ല? അവലേ എണീറ്റ് പോടാ. മതി കിടന്നുറങ്ങിയത്. അവലെ നീ ഇത്ര നേരം എന്തേനായിരുന്നു? പിന്നെ വെള്ളം കുടിക്കണം. വെള്ളം വേണോ? വേണ്ടേ? ക്ഷീണിച്ചാ? കൂട്ടാ, എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനുണ്ട് ഗൈസ്. എൻ്റെ മൂക്കുത്തി ഞാൻ വേറെ വാങ്ങിച്ചു. എനിക്ക് ആദ്യം ഒരു സ്റ്റഡ് പോലത്തെ ചെറിയതായി മൂക്കുത്തി ഞാനോട്ട് അപ്പൊ എനിക്ക് കുറച്ച് തരോ? കുറച്ച് എൻ്റെ ഉമ്മച്ച് കൊടുത്തത് എൻ്റെ എഴുന്നേട്ടാ. എന്നിട്ട് ആദ്യം എനിക്കല്ല തന്നത്. അങ്ങനെ ഉച്ചയായി. ഞങ്ങൾ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കുകയാണ്. ഉമ്മച്ചി കുറച്ച് സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നെയ്ച്ചോറുണ്ടായിരുന്നു. നെയ്ച്ചോറ് ഇന്നലെ രാത്രി വെച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുണ്ട്. ചോറുണ്ട്, ബീഫ് കറി ഉണ്ട്, പിന്നെ മുരിങ്ങാക്കോലിൻ്റെ ഉപ്പേരി വെച്ചിട്ടുണ്ട്, മറ്റേ പൂ വെച്ചിട്ട്. പിന്നെ എന്തായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. എല്ലാം കൂട്ടി ഫുഡ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം മൂവി കാണാൻ വേണ്ടിയിരുന്നു. ക്രിഷ് 2 ആണ് നമ്മൾ കണ്ടത്. കുറേ നാളായി ആ മൂവി കണ്ടിട്ട്. അപ്പോൾ നമ്മൾ കാണാമെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ ആ മൂവി കണ്ടു. അത് ഇനി ഒരു 3-4 മണിയായപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാൻ വേണ്ടി ഞാനൊന്ന് റെഡി ആവാണ്. ഞാൻ ആദ്യം ജസ്റ്റ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ ടോണർ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ സ്നെയിൽ മ്യൂസിയത്തിൻ്റെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതെപ്പോഴും എൻ്റെ പണ്ട് തൊട്ട് എനിക്കിത് വാങ്ങണം എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഫേവറേറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും പൈസ സെറ്റാകുമ്പോൾ, എക്സ്പെൻസ് ആയതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അങ്ങനെ വാങ്ങിച്ചില്ല. കുറേ റിവ്യൂസ് നോക്കിയൊക്കെ കണ്ട് ഞാൻ ലൈക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എപ്പോഴെങ്കിലും എനിക്ക് വാങ്ങാൻ പറ്റുമെന്ന് ഓർത്ത്. അങ്ങനെ ഞാൻ അത് അപ്ലൈ ചെയ്തു. നല്ലതാണ്, അടിപൊളി സാധനമാണ് അത്. പിന്നെ കുറച്ച് നാളധികം നിൽക്കും, ബോട്ടിൽ കുറച്ച് വലുതാണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്ഥിരം ഞാൻ എന്നും മാറ്റാത്ത ഒരു ഇതാണ് പോൺസിൻ്റെ മോയ്സ്ചർ. അത് ഞാൻ എന്തൊക്കെ മാറ്റിയാലും ഇന്നേ വരെ ഞാൻ ഫസ്റ്റ് തൊട്ട് തുടങ്ങിയ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ തന്നെയാണ്.
അത് ഇതുവരെ ഞാൻ മാറ്റിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് പറ്റി സൺസ്ക്രീൻ മസ്റ്റാണത് സൺസ്ക്രീൻ. അങ്ങനെ അത് ഫോക്സ് ടെയിലിൻ്റെ ആയിരുന്നു. അത് കഴിഞ്ഞു ഞാൻ ജസ്റ്റ് ഒന്ന് കൺസീൽ അപ്ലൈ ചെയ്തു. അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു ഫേസിലേക്ക്. ഞാൻ എപ്പോഴും മറ്റേ സ്പോഞ്ച് പോലത്തെ ഇതില്ല, അത് വെച്ചിട്ട് ചെയ്യാറ്. അത് ഞാൻ എടുക്കാൻ മറന്നുകൊണ്ട് ഞാൻ ബ്രഷ് വെച്ച് ചെയ്തതാണ്. ഓക്കെ, അങ്ങനെ ഫേസ് സെറ്റായി. അത് കഴിഞ്ഞ് എനിക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യണം, ഐലൈനർ ഇടണം. അതെനിക്ക് ഫോണിൻ്റെ മുന്നിൽ വെച്ച് പറ്റാത്തതുകൊണ്ട് ഞാനത് മിററിൽ നോക്കിയിട്ട് ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ കഴിഞ്ഞു. ഇനി ജസ്റ്റ് മസ്കാര അപ്ലൈ ചെയ്യാനുണ്ട്. മസ്കാര എനിക്ക് മിററിൽ ആണ് ശരിക്കും പറ്റുള്ളൂ, ഫോണിൽ കൂടെ എനിക്ക് പറ്റില്ല. ഞാൻ മിററിൽ പോയിട്ട് ഇട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ചും കൂടി ഇട്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. ആളുടെ ഓൾമോസ്റ്റ് പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുറേ ടൈം എടുക്കും, അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം റെഡിയായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് റെഡിയായാൽ മതിയെന്ന് പറഞ്ഞതാണ്. ബട്ട് നേരത്തെ പോയി റെഡിയായിട്ട് ആൾ വന്ന് നിന്നു. ആൻഡ് ഫൈനൽ ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാണ്. ഇത് മാർട്സിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് എന്താ ഖൂബ്സൂരത് കുച്ച്പിടി, അതാണ് ഷെയ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ലിപ്സ്റ്റിക്കാണ്. ആൻഡ് ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. വാച്ച് വിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ നമുക്ക് പോവാം. പോടാ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോ എടുക്കണേ. സൺ കിസ്ഡ് ഗ്ലാസും കൂടി വെച്ച് നല്ല ലുക്കാണ്. സൺ കിസ് ആക്കണ്ടേ? ഒന്നോടെ ഇളിക്കരുത്, ഇളിച്ചാ പോയി, ചിരിച്ചാ പോയി കാര്യം. ഇറക്കും. നമ്മൾ ആദ്യം പോയത് ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി. ഞങ്ങളുടെ അവിടെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ടാണ് മെയിനായിട്ട് പോയത്. അങ്ങനെ അധികമൊന്നും എടുത്തില്ല, കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ ഞങ്ങളിന്ന് സ്വിമ്മിങ് ഉണ്ട്, അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടെയ്നർ റോഡിലാണ് വന്ന് നിൽക്കുന്നത്. നല്ല രസമുണ്ട്, നല്ല കാറ്റ്, പക്ഷെ നന്നായിട്ട് വെയിൽ അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ കുട്ടി എങ്ങോട്ടാ പോണത്? നമ്മൾ സ്വിം ചെയ്യാൻ പോവാണ്. വെള്ളത്തിൽ തട്ടിയിട്ട് ഞാൻ മുക്കിക്കൊല്ലും. സ്വിം ചെയ്യാട്ടെ. നീ ആദ്യം ഇറങ്ങിയ ഇവിടെ ചാടണ്ടാക്കാം. അങ്ങനെ ആരും കൊടുക്കും ഇവിടെ വെള്ളത്തേക്ക് നോക്കുന്നത്. ഹലോ ഗൈസ്, കുടിക്ക് വിടുമ്പോ പറ്റുന്നില്ല കേട്ടോ. കുടിക്ക് വിടുമ്പോ പോണ്. കുട്ട വെള്ളം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. കുറച്ചധികം ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞു വന്നു, ഭയങ്കര ടയേർഡായി. നല്ല രസമുണ്ടായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.